ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബസ്ബൂസ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബസ്ബൂസ ശരിക്കും ഒരു അറേബ്യൻ സ്വീറ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റ് ആണിത്. ഇത് നമ്മൾ റവ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചിലർ ഇതിന് റവ കേക്ക് എന്ന് പറയാറുണ്ട്. ഞാനിത് എഗ്ലെസ് ആയിട്ടുള്ള ഒരു ബസ്ബൂസയാണ് ചെയ്ത് കാണിക്കുന്നത്. മുട്ട ചേർക്കാത്ത ഒരു ബസ്ബൂസയാണ്. അതുപോലെ മുട്ടയും ബട്ടറും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. അതുപോലെ നല്ല ടേസ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഞാൻ 1.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ റവ, റോസ്റ്റഡ് റവ അല്ല, ഞാൻ സാധാരണ റവയാണ് എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് ഓയിൽ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ തൈര്. ഞാൻ തൈര് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്, കുറച്ച് പുളി കുറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനൊരു 1/4 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബദാം, പിന്നെ ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമുക്ക് ഉപ്പ് വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ബസ്ബൂസ തയ്യാറാക്കാൻ വേണ്ടത്. അപ്പൊ ആദ്യമായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1.5 കപ്പ് റവ ഇട്ടുകൊടുക്കാം. ഏത് റവ ആയാലും കുഴപ്പമില്ല കേട്ടോ, ചെറിയ തരി ആയാലും വലിയ തരി ആയാലും ഒന്നും. അപ്പൊ റവ ഇട്ടിട്ടുണ്ട് നമ്മള്. ഇനി ഇതിലേക്ക് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കണോണ്ട് ഇത്രയും പഞ്ചസാര മതി നമുക്ക്. പിന്നെ 1/4 കപ്പ് ഓയില്. ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ ബട്ടറോ ഒക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ നമുക്ക് തേങ്ങന്റെ പൊടിയാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയിട്ട് ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാൻ തൈര് ഇത്തിരി പുളിപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്, കുറച്ച് ലൂസാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ നിങ്ങൾ പുളിപ്പില്ലാത്ത തൈര് ചേർക്കുക. ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം. നമുക്ക് ആ സ്വീറ്റ് ഒന്ന് ബാലൻസ് ആവാനുള്ളൊരു ഉപ്പ് ഇത്തിരി ഇട്ടുകൊടുത്താൽ മതി. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ശരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒരു എസൻസിന്റെ ഒന്നും ഫ്ലേവർ കൊടുക്കണില്ല, ഇതിൻ്റെതായ ഒരു ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റ് ആണത്. ഇത് മുട്ട ചേർത്തിട്ടാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. ഞാൻ മുട്ട ഇല്ലാതെ ചെയ്യുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടുകൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാല് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ആദ്യം ഇതൊന്ന് നമുക്കൊന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് പാല് കുറേശ്ശായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം. റൂം ടെമ്പറേച്ചർ പാലാണ്. അതുപോലെ തന്നെ തൈരും റൂം ടെമ്പറേച്ചർ ആണ്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ചേർക്കരുത്, അപ്പൊ തണുപ്പായിരിക്കും. പാല് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് കേക്കിന്റെ ബാറ്ററിന്റെ അത്ര ലൂസ് ഒന്നും ആവശ്യമില്ല, എന്നാലും കുറച്ച് ലൂസായിരിക്കും വേണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ഇതിലാണ് ഞാൻ പാലിന്റെ അളവൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി റവക്ക് വ്യത്യാസത്തിനനുസരിച്ച് പാലിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനിപ്പോ ചേർത്തിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ചേർത്ത് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന അത്രയും എടുക്കുക. ഞാൻ 1.5 കപ്പ് റവക്ക് ഞാൻ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 240 ml ആണ് കേട്ടോ. അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പല കപ്പും പല അളവാണെങ്കിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസാക്കി നമ്മളെ ബസ്ബൂസന്റെ കൺസിസ്റ്റൻസിയെ മാറിപ്പോവും. പിന്നെ നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലത്തെ ചെറിയ ഇത് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഞാനിപ്പോ ഒരു അലുമിനിയത്തിന്റെ ഒരു ഇതെടുത്തിട്ടുള്ളത്. പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതിൽ ചെയ്താൽ മതി. വലിയ ട്രേ ഒക്കെ ഉണ്ടെങ്കിലോ എന്തിലും വേണേലും ചെയ്യാട്ടോ. ഇത് നമുക്ക് അധികം ഹൈറ്റിലൊന്നും ആവശ്യമില്ല. അപ്പൊ ഇത് പരത്തിയിട്ട് ഏതെങ്കിലും ഒരു മോൾഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോ റൗണ്ട് ആയിട്ടുള്ള ഒരു മോൾഡിൽ തന്നെയാണ് ചെയ്യണത്.
നമുക്കതിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റവ മിക്സ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ തേങ്ങ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. തേങ്ങ അല്ലാണ്ടും ചിലർ ചെയ്യാറുണ്ട്. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരേ കട്ടിയിലാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ചില ഭാഗത്ത് കുറച്ച് തിക്കായിരിക്കും, ചില ഭാഗത്ത് അധികം തിന്നായിരിക്കും, അങ്ങനെ വരും. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഓവനിൽ ചെയ്യാം, അതുപോലെ തന്നെ ഗ്യാസിൽ സാധാരണ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെയും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓവനിലാണെന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പം നമ്മളെല്ലാ ഭാഗവും ഒരേ കട്ടിയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കത്തിയോണ്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. കട്ട് ചെയ്ത് വെക്കണമൊന്നുമല്ല, ബേക്കായി വരുമ്പോൾ നമുക്കത് ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങാനൊക്കെ സുഖമാണ്. ബേക്ക് ചെയ്തതിന് നമ്മൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പൊടിഞ്ഞു പോവും. അപ്പം നേരത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിയോണ്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ ബേക്കായി വരുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. പ്രാവശ്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ബേക്കായി വരുന്ന സമയത്ത് അത് നല്ലൊരു ഇതായിട്ട് വരും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബദാം നമ്മളിതില് ഓരോ പീസിലായിട്ട് വെച്ചുകൊടുക്കുന്നത്. ബദാം തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. പിസ്ത വേണമെങ്കിൽ നിങ്ങൾക്ക് അത് വെക്കാം, കാഷ്യൂനട്ട് ആണെങ്കിൽ അത് ചെയ്യാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഏത് നട്ട്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതുപോലെ ചെയ്താൽ മതി. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓരോ ഇതിലും ഇങ്ങനെ ഓരോ പീസായിട്ട് വെക്കാം. ഈ സമയത്ത് ഞാൻ ഓവനൊന്നും പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മൊത്തം അങ്ങനെ ബദാം ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട്. ഞാൻ 150 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ നിങ്ങള് ഓവനനുസരിച്ച് ഇത് വ്യത്യാസം ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. നിങ്ങൾ സാധാരണ കേക്കൊക്കെ ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ തന്നെ ചെയ്യാം. നമുക്കതിന് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാരക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഒരു തിക്കായിട്ടുള്ള പാനിയല്ല വേണ്ടത്, നമുക്ക് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാനുള്ള ഒരു പരുവത്തിലാണ് വേണ്ടത്. നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് നിങ്ങളൊന്ന് തിളപ്പിക്കുക. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങന്റെ കഷ്ണം ഞാനൊന്ന് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അങ്ങനെ ചേർക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ ചേർക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഇല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലി വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇതിലേക്ക് ചെറുനാരങ്ങന്റെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇത് ബസ്ബൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ബസ്ബൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചോണ്ട് നമുക്ക് പീസസ് ഒക്കെ എടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് നല്ല വീഡിയോയുമായിട്ട് അടുത്തൊരു ഇതിൽ കാണാം. ഓക്കെ, ബൈ.